മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹാരിസൺ മലയാളം ലിമിറ്റഡ് നൽകിയ അപ്പീൽ ചീഫ് ജസ്റ്റിസ് നിതിൻ ചന്ദർ, ജസ്റ്റിസ് എസ് മനു എന്നിവർ ഫയലിൽ സ്വീകരിച്ചു. പുനരധിവാസ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ പാടില്ലെന്ന് വ്യക്തമാക്കിയാണ് ഇടക്കാല ഉത്തരവിറക്കാൻ കോടതി വിസമ്മതിക്കുകയും ചെയ്തത്. കേസ് വീണ്ടും മാർച്ച് 13 പരിഗണിക്കും. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരമായി പണം നൽകണമെന്ന ഹാരിസന്റെ വാദത്തിലും ഡിവിഷൻ ബെഞ്ച് സംശയം പ്രകടിപ്പിച്ചു. ഹാരിസൺ എസ്റ്റേറ്റ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സിവിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ പണം സ്വകാര്യ വ്യക്തിക്ക് നൽകിയാൽ തിരിച്ചുപിടിക്കാൻ പ്രയാസമാകുമെന്ന് കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടു. പുനരധിവാസ വിഷയത്തിൽ പൊതു താൽപര്യം സംരക്ഷിക്കപ്പെടണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അപ്പീൽ ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി നിയമപ്രശ്നത്തിൽ വാദം കേൾക്കണമെന്ന് അറിയിക്കുകയായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ആദ്യഘട്ടത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മാത്രമായിരിക്കും ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്ന മന്ത്രിസഭാ തീരുമാനവും കോടതിയിൽ വാദത്തിനിടെ ഉയർന്നു. 2 മോഡൽ ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നതിന് ഹാരിസൺ മലയാളത്തിന്റെ നെടുമ്പാല എസ്റ്റേറ്റിലെ 65.41 ഹെക്ടർ ഭൂമിയും കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 78.73 ഹെക്ടർ ഭൂമിയുമാണ് ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്.